ചുമ്മാ ലൂസിഡ് ഡ്രീം ഒക്കെ ഊള സാധനം. ഇതൊക്കെ കാലം എത്ര വർഷമായി, ഇതൊക്കെ പണ്ട് ഞാനൊരു 10 വർഷം മുമ്പ് വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ്. ഒരു കഥയില്ലാത്ത സാധനം. പക്ഷെ നമുക്ക് ഡ്രീംസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എവിടെ ഡ്രീം എന്ന് പറഞ്ഞ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്ന റിം എന്ന് പറയുന്ന ഉറക്കത്തിന്റെ 4ാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. എന്താണ് റിം? റിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കണ്ടതും കേട്ടതും അനുഭവിച്ചതും രുചിച്ചതുമായ കാര്യങ്ങൾ ബ്രെയിനിൽ ഉറങ്ങുന്ന സമയത്ത് ലൈബ്രറികളിൽ കൊണ്ടുപോയി അടുക്കി, കൺസെപ്റ്റായിട്ടാണ് പറയുന്നത്, ലൈബ്രറിയിൽ കൊണ്ടുപോയി അടുക്കി വെക്കുന്ന ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഇവൻ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു കഥയാണ്, സിനിമ പോലെ ഉണ്ടാക്കുന്ന അവൻ്റെ ഒരു കുസൃതിയാണ് ആ സ്വപ്നം എന്ന് പറയുന്നത്. ഈ സ്വപ്നത്തേക്ക് ഏതൊക്കെ തരത്തിൽ വെളുപ്പിനം കാണുന്ന സ്വപ്നം ഫലിക്കും. സിമ്പിൾ ഇത്രയും പറഞ്ഞാൽ മതി. ഇപ്പം ഞാനും നിങ്ങൾ തമ്മിൽ ഇവിടെ ഇരുന്നു, ഞാൻ ഇതിനിടയ്ക്ക് എന്തോരോ വാക്കുകൾ പറഞ്ഞു, ലാസ് വെഗാസ് പറഞ്ഞു, സണ്ണി ലിയോണിനെ പറഞ്ഞു, പിന്നെ മെൻ്റലിസമിൻ്റെ ഷോയെക്കുറിച്ച് പറഞ്ഞു, കോമഡിയെക്കുറിച്ച് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. നിങ്ങൾ ചിലപ്പോൾ നാളെ കാണുന്ന സിനിമ എന്ന് വെച്ചാൽ ലാസ് വെഗാസ് സണ്ണി ലിയോണും നിങ്ങളും കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു മെൻ്റലിസ്റ്റ് അവിടെ വഴിയിലിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുപോകുമ്പോൾ കാണുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു കേട്ടോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ. ഞാൻ ചെയ്യുന്നത് ഇത് ആ സ്വപ്നം നമ്മൾ കണ്ട് നോർമലി വന്നിങ്ങനെ വന്ന് പോകുന്നു, സ്വപ്നങ്ങൾ നമ്മൾ കണ്ടുപോകുന്നു. ചില സ്വപ്നങ്ങൾ നമുക്ക് അതിനകത്ത് സ്വപ്നത്തെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. തോന്നുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് നിങ്ങൾ മൂത്രമൊഴിക്കുന്ന കേസ് എനിക്ക് പറ്റാണ് ടോയ്ലറ്റിൽ മൂത്രമൊഴിച്ചേക്കും. അല്ല, അതിൻ്റെ ഏറ്റവും നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ മൂത്രമൊഴിക്കുന്ന സ്വപ്നം കണ്ട് നമ്മൾ കിടക്കേമുള്ളൂല്ലോ. നമ്മളില്ല, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വിചാരം നമ്മൾ സ്വപ്നം നടക്കുന്നൊരു സ്വപ്നം